കോട്ടയം നഗരസഭയിലെ കോടികളുടെ അഴിമതി യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും കൂട്ടുകച്ചവടമെന്ന് ബിജെപി. പ്രക്ഷോഭമുഖം തുറന്ന് നഗരസഭയിലേക്ക് ബിജെപി മാർച്ച് നടത്തി. അതേസമയം സംഭവത്തിന്റെ രേഖകൾ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് നഗരസഭാ സെക്രട്ടറി അധ്യക്ഷയെ അറിയിച്ചു. നഗരസഭയല്ലിത് അഴിമതി സഭയാണെന്ന മുദ്രാവാക്യവുമായാണ് ബിജെപി കോട്ടയം നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ചെക്ക് മുഖേന നഗരസഭാ അക്കൗണ്ടിലേക്ക് എത്തേണ്ട 211 കോടി രൂപ കാണാതായ സംഭവത്തിലാണ് പ്രതിഷേധം. നഗരസഭാ കവാടം കടന്ന് പ്രവർത്തകർ കെട്ടിടത്തിനു മുന്നിൽ പ്രതിഷേധിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. ഇതടക്കമുള്ള നഗരസഭയിലെ കോടികളുടെ അഴിമതിയിൽ യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും കൂട്ടുകച്ചവടമാണെന്ന് ലിജിൻ ലാൽ പറഞ്ഞു. ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകളാണ് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 200 കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ഈ കോട്ടയം പോലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമായിട്ട് കാണാനില്ല എന്ന് പറയുമ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് ആ തട്ടിപ്പ് ഈ മുനിസിപ്പാലിറ്റിയിൽ നടത്തിയിരിക്കുന്നത്, അതിന് ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയരുകയാണ്. അപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അഴിമതി എന്ന് പറയുന്നത് കേവലം യുഡിഎഫിന്റെ മാത്രം അവകാശമല്ല, അത് എൽഡിഎഫും യുഡിഎഫും ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മുനിസിപ്പാലിറ്റിയിലെ ഭരണപരാജയം, കെടുകാര്യസ്ഥതയെ കൃത്യമായിട്ട് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുതലെടുത്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയെ വലിയ ഒരു അഴിമതി കളമാക്കി മാറ്റിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ബിജെപി വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ രേഖകൾ പരിശോധന നടത്താൻ കൂടുതൽ സമയം വേണമെന്ന് നഗരസഭാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട ചെയർപേഴ്സണ് നൽകിയ മറുപടിയിലാണ് കൂടുതൽ സമയം സെക്രട്ടറി ആവശ്യപ്പെട്ടത്. ഇത്രയും വർഷത്തെ രേഖകൾ പരിശോധിക്കാൻ പര്യാപ്തരായ ഉദ്യോഗസ്ഥരില്ല. മുൻകാലങ്ങളിൽ അക്കൗണ്ട്സ്, ക്യാഷ് കൗണ്ടർ, അക്കൗണ്ട്സ്, റവന്യൂ വിഭാഗങ്ങളിൽ ജോലി ചെയ്തിരുന്നവരിൽ നിന്നും വിശദീകരണം തേടണമെന്നും സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ജനം, കോട്ടയം.